ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ നടക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിച്ച സ്കൂളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെറുപ്പം എൻ്റെ ചെറുപ്പമുള്ള എന്താ പറയാ ഇനി ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പഠിച്ച സ്കൂളൊക്കെ ഒന്ന് കാണാൻ പൂതി. അപ്പോൾ ബാബുവിനോട് പറഞ്ഞ് നമുക്ക് അവിടെ വരെ പോവാന്ന് പറഞ്ഞിട്ട് എൻ്റെ വില്ലാക്കിനെ കൊണ്ടുപോകണം. ബാബുവിനെ എടുക്കാൻ നമ്മൾ പോകണമെന്ന് അറിയില്ലേ? പഠിച്ച സ്കൂൾ നീ പണ്ട് നിന്ന നാട്. അതെ. അപ്പൊ നമ്മൾ അവിടേക്കൊക്കെയാണ് പോണത്. ആദ്യം നമ്മള് എന്താ പറയാ ചോറ് തിന്നണം. അത് എവിടേക്ക് നമ്മൾ പോണെന്ന് വെച്ചാല് ചോറ് മീൻ ഇങ്ങനെ കുറെ വീഡിയോകളുണ്ട്. അപ്പൊ അതൊന്ന് ചോറ് മീൻ എങ്ങനെ ഉണ്ടാന്നൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് നമ്മള് നാടൊക്കെ ഒന്ന് കാണാനാണ് ഇന്നത്തെ യാത്ര. അങ്ങനെ കാഴ്ച നമ്മള് ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. അതെ, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാവോ? ഓയ്, നമ്മള് ഫുഡൊക്കെ കഴിച്ചിറങ്ങി നല്ല തിരക്കായിരുന്നു കേട്ടോ. അതാ പിന്നെ അധികം അവിടുന്ന് വീഡിയോ എടുക്കാഞ്ഞത്. ഇപ്പൊ എന്തായാലും നമ്മളിപ്പോ കുറ്റിപ്പുറത്താണ് ഉള്ളത്. ഇപ്പൊ പമ്പ് കയറാൻ വേണ്ടി വല്ല നിർത്തിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇനി നമ്മൾ നേരെ നമ്മള് പറഞ്ഞ സ്ഥലത്തേക്ക് ആ പാലത്ത് കൂടെ പോലാബോ ഓപ്പൺ ആയിട്ടില്ല. ഇത് പഴയ പാലം കുറ്റിപ്പുറം, നമ്മളെ ജാസിന്റെ നാട് ഗൈസ്. കാരണം കുറ്റിപ്പുറം എന്ന് പറയുമ്പോ രണ്ട് കോർമ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലേ ജാസി. ഗൈസ് നമ്മൾ സ്ഥലത്തെത്തി. ഇതാണ് ആനക്കര. ബാബോ, ഞാൻ പഠിച്ച മദ്രസ കാണിച്ചേട്ടാ എനിക്ക് തർത്താനാടോ. ആ നബിദിനത്തിന് ഇവിടൊക്കെ വന്നോരോ വരിക്ക് ഇത് ഞാൻ പഠിച്ച മദ്രസ. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഞങ്ങള് നിന്നീന്ന പഴയ നാട്, അതേപോലെ അതിന്റെ മദ്രസൊക്കെയാണ്. പിന്നെ ഇതിൽ കൂടെ കാണിച്ചു തരാൻ വേണ്ടി പോകണം. അങ്ങാടി ഞാൻ ഇതിലിട്ടു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുട്ടോ. അപ്പൊ തിരിച്ചു പോകണം. അപ്പൊ ഒന്ന് കൂടി കാണിച്ചു തരാൻ തോന്നി എനിക്ക്. അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് ഇതിൻ്റെ 1ഉം 2ഉം മദ്രസ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടുത്തെ പള്ളിയാണ് ഈ കാണുന്നത്. അന്ന് ഞങ്ങൾ ഇവിടെ ഒരു ക്വാർട്ടേഴ്സിലായിരുന്നു കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഉണ്ടായിരുന്നു ഈ കാണുന്ന ബ്ലൂ കളറ് ക്വാർട്ടേഴ്സ് ആയിരുന്നു കേട്ടോ. ഒക്കെ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് മാറ്റങ്ങൾ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് എൻ്റെ സ്കൂൾക്കാണ്, സ്വാമിനാഥ വിദ്യാലയം. ഇവിടെ ഞാൻ എൻ്റെ 7 പഠിച്ചിട്ടുണ്ടായിരുന്നത്. 7ാം ക്ലാസ് അവിടെയായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇത്. മറ്റേ TTC ഒക്കെ പഠിക്കണവരെ ഇതാണ്. പിന്നെ ഇങ്ങനെ പോയി കുട്ടികളില്ല തോന്നുന്നുണ്ട്. എക്സാം അല്ല ഒന്നാമത്, അതാവും. പറയുകയാണെങ്കിൽ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം മനസ്സിൽ. കൂടെ നടക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ അതുകൊണ്ട് വെല്ലനെ ഇങ്ങനെ പോകുന്നതാണ്. ഞാൻ സ്കൂളിൽ പഠിച്ച ടൈമിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തൊരു സ്ഥലമാണ്. ഇവിടെ ഒരുപാട് ഞാൽപ്പഴമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാണാനും എടുക്കണം എന്ന് എനിക്കൊരു പൂതി പണ്ടേ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഫുള്ള് കാട് പിടിച്ച മാതിരിയൊക്കെയുള്ളൂ. അതെന്താ സംഭവം എന്നൊരു പിടുത്തല്ല. എനിക്ക് ഭയങ്കര സന്തോഷം ഗൈസ്. എന്താ അറിയില്ല. എൻ്റെ 1 മുതൽ 7 വരെ ഞാൻ ഇവിടെയാണ് പഠിച്ചത്. എന്നാ സ്കൂളിൽ ഉള്ള ടൈമിൽ, ഞാവൽപ്പഴം ഉള്ള ടൈമിൽ ഇവിടെ വന്നിങ്ങാണ്ട് എപ്പോഴും ഞാവൽപ്പഴം കവർ നിറച്ച് കൊണ്ടുപോകും. അപ്പോൾ ഇങ്ങോട്ടൊന്ന് വരും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഞാൻ അവിടെ അത് കാണിച്ചു തരാം. ആ കാണുന്ന ബിൽഡിംഗ് ആയിരുന്നു എൻ്റെ 5ാം ക്ലാസ് ഉണ്ടായിരുന്നത്. പിന്നെ ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് ഞാൻ എൻ്റെ 6 പഠിച്ചത് കേട്ടോ. ഇതായിരുന്നു എൻ്റെ ക്ലാസ് കേട്ടോ. ഈ സ്റ്റേജിൽ വെച്ചിട്ട് നമ്മളെ പരിപാടികളൊക്കെ നടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ പരിപാടിയോ പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ, സ്റ്റേജ് പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ ചെന്ന് നടന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ 5ആണോ 6ആണോ എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇവിടെ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ക്ലാസ് ഇവിടെയായിരുന്നു. പിന്നെ ഇതൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കിയാൽ തോന്നുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്കിലായിട്ടൊരു കടക്ക ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഫുള്ള് മാറി. പക്ഷെ എന്നാലും പഴയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ. നമ്മളിപ്പോൾ എക്സാം നടക്കുകയാണല്ലോ, അതുകൊണ്ടായിരിക്കണം അധികം ആൾക്കാരൊന്നും കാണാത്തത്. എന്താണ് ഇല്ലക്ക, എങ്ങനെയുണ്ട്? ഒരു മാറ്റവും ഇല്ല. അവിടെ മാത്രം ഒരു ചെറിയ ചേഞ്ച് ഉള്ളൂ. ടർഫൊന്നുമില്ല. ഇപ്പൊ നമുക്ക് ഇതിൽ കൂടെ പോവാം. ഞാൻ എപ്പോഴും പോണ ഒരു സ്ഥലം കാണിച്ചു തരാം. ഞാവൽപ്പായ നടന്ന് പൊറുക്കട്ടോ. ഫുള്ള് ഞാവൽപ്പായാണ്. ഇതൊക്കെ അതിന്റെ മരങ്ങളാ. ഇവിടെ പഠിച്ച
പഠിക്കുന്ന ടൈമിലില്ലേ ഇന്റർവെൽ ആയിട്ടുണ്ടെങ്കിൽ ഒപ്പം പായും ഇതിന്റെ അടിക്ക്. എനിക്ക് ഇതിന്റെ അടി തന്നെയാണ് പണിയുന്നത്. എന്നിട്ട് വീട്ടിൽ പക്ഷെ ഇതിങ്ങനെ ഇത് കുഴപ്പമില്ല. ഇത് നിലത്ത് വീണിട്ട് അത് ഫ്രഷാ. ഇത് കഴുകിങ്ങാണ്ട് ഉപ്പിട്ടുങ്ങാണ്ട് കുഴച്ചിട്ട് ഉണക്കി മറ്റേ രണ്ട് കുട്ടികളെ പറഞ്ഞു കവറിന് അതുങ്ങള് കണ്ട വഴി ഓടിക്കാൻ പക്ഷേ ഇതൊക്കെ ഇഷ്ടംപോലെ ഞാവൽപ്പാണ്ട് എടുത്തില്ലോ. ഞാവൽപ്പാൻ ഇഷ്ടംമാരുണ്ടേ. പക്ഷെ കുട്ടികൾ ഇതിലോ കുട്ടികൾ ഫുള്ള് നിരങ്ങിയതേ കാരം. അതെ ഇതിന്റെ ഒരു ആഗ്രഹമാണ് ഇതേമാതിരി വന്നുങ്ങാണ്ട് ഇത് കുറച്ച് പേർക്ക് കൊണ്ടോണമെന്നുള്ളത്. സത്യം ഭയങ്കര ഹാപ്പി ആയി. സത്യമായിട്ടും ഇങ്ങനെ വിചാരിച്ചല്ലോ അങ്ങനെ വരാൻ പറ്റുന്നു. ഇപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് ഞാൽപ്പഴൊക്കെ പറ്റിയിട്ട് വല്ലതൊക്കെ പോവാം. കവർ പറഞ്ഞ ആൾക്കാർ കിട്ടി നോക്കട്ടെ. അടിച്ചോക്കേണ്ടി നാളെ മറ്റന്നാളായിട്ട് നിർത്തിയെടുത്തോളി. ഒരു ഫോട്ടോ എടുത്താൽ പോലെ എല്ലാവരും കൂടി കൂട്ടുകാണ്. നിങ്ങൾക്ക് എത്രയില് പഠിക്കണേ? 6-ലോ? പരീക്ഷ കഴിഞ്ഞോ? എന്നാ ഏത് ചെയ്തു എക്സാം? എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പം എന്തായാലും താങ്ക്സ് കവർ തന്നേനി. ഞാനന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ ഒരുപാട് കാലത്തിൻ്റെ ആഗ്രഹമാണെന്ന് നിറവേറ്റി തന്നത് ബാബു. നിങ്ങൾക്കൊക്കെ ആഗ്രഹമില്ലേ നിങ്ങൾ പഠിച്ച സ്കൂളിലൊക്കെ പോകാനായിട്ട്? ഇതുപോലൊരു മൊമെൻ്റ് ഉണ്ടാവും എന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അങ്ങനെ കുറേ നേരം ഞാൻ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വരലെന്നെ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങാടിയിൽ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ട വാങ്ങാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ദിലുവിന്റെ കുറെ കാലത്ത് ഒരു പരിഭവമായിരുന്നു. ഓള് ജനിച്ചു വളർന്ന നാട്ടിലേക്ക് പോകണം. അവിടെ ഓള് പഠിച്ച സ്കൂളിൽ ചെറിയ സ്കൂളിൽ പഠിച്ചിട്ടോ. ആ സ്കൂളിൽ ജനിച്ചത് അവിടെ അല്ല, എന്റെ 1ാം ക്ലാസ് മുതൽ 7 വരെയുള്ള ക്ലാസ് അവിടെ. അതെന്നെ കുറെ കാലം പഴങ്ങിട്ട് അവിടെ നിന്ന് പോകണം. എന്താ ആനക്കാരെ കുമ്പിടി അവിടെ നിന്ന് പോകണുണ്ട്. അപ്പൊ അവിടെ പോയപ്പോ ആള് ഫുള്ള് പൊലിവ് വേറെ ലോകത്ത് പോയ മാതിരി അങ്ങനെ പറയുന്നുണ്ട് ഓള്. അവിടെ ഞാൻ പഠിച്ച സ്കൂൾ ഫുള്ള് ഞാൻ വലുപ്പായിരുന്നു. ഞാൻ പഠിച്ച സ്കൂൾ ഞാൻ ഇതിലാക്കും. എനിക്ക് പഠിച്ച സ്കൂളിൽ മാത്രമല്ല എല്ലായിടത്തും ഞാവൽപ്പായുണ്ട്. ഏതായാലും ഇന്ന് കണ്ടപ്പോ ഫുള്ള് ഗ്രൗണ്ട് മൊത്തം ഞാവൽപ്പായത്തിന്റെ മരങ്ങളല്ലേ. സെറ്റപ്പെട്ടോ കണ്ടമാനം പറയുന്നുണ്ട്. കണ്ടമാനം നിറച്ചോടെ നിറച്ചു ഞാവൽപ്പഴമാണ്. കുട്ടികൾക്ക് ഒരു എൻജോയ്മെന്റ് ഉണ്ട് സംഭവം. കാരണം പറഞ്ഞാല് സ്കൂൾ എന്താണ് ഇന്റർവെൽ ആയാൽ ഞാൻ അങ്ങോട്ടേക്കാറ്. ഞാൻ മാത്രമേ നമ്മളെ ഫ്രണ്ട്സും കാര്യവും കുട്ടികളൊക്കെ അങ്ങനെ തന്നെ ചെയ്യുന്നു. ഇപ്പൊ ആ ഒരു ഭാഗം ഒന്നാകെ എന്താ പൊളിക്കുക അങ്ങനെ എന്തൊക്കെയാണെന്നാണ് അവിടെ കുട്ടികൾ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഗൈസ് അവിടെ കണ്ട് നടന്നു പോന്നപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം.